സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടതുകൊണ്ട് അതിന് ഭഗവത്ഗീത എന്ന പേര്. സാക്ഷാൽ നാരായണനാൽ സ്വയം നേരിട്ട് തന്നെ ഗാനം ചെയ്യപ്പെട്ടത് എന്നാണ് ഇവിടെ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞത്. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം. 6 ഭഗങ്ങളും പൂർണ്ണമായി തികഞ്ഞ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെയുള്ള 6 ഭഗങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ, സമഗ്രതയിൽ തെളിയിച്ച, പ്രകടമാക്കിയ ശ്രീകൃഷ്ണാവതാരം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞ ഭഗവാന്റെ ശ്രീകൃഷ്ണ ലീലയിലെ ഓരോ ലീലയും അത് തെളിയിച്ച അത്ഭുത അവതാരമായ ആ ശ്രീകൃഷ്ണ ഭഗവാനാൽ പാർത്ഥനായിക്കൊണ്ട്, മധ്യമ പാണ്ഡവനായ അർജുനനായിക്കൊണ്ട് നേരിട്ട് ഉപദേശിക്കപ്പെട്ടത്. അപ്പോൾ സർവജ്ഞനായ ഭഗവാന്റെ ലോകത്തിനോടുള്ളതായിട്ടുള്ള ഉപദേശം തന്നെയാണ്. പാർത്ഥന്മാർക്ക് എല്ലാവർക്കും ഉള്ളതായിട്ടുള്ള ഉപദേശമാണ്. പാർത്ഥന്മാരെന്നാൽ പൃഥ്വീപുത്രന്മാരെല്ലാവരും പാർത്ഥന്മാരെന്ന് പറയാം. പരമമായതിനെ അർത്ഥിക്കുന്നവർ, പരമശ്രേയസിനെ കാംക്ഷിക്കുന്നവർ, മനുഷ്യജന്മം ലഭിച്ച് എനിക്ക് ഈ ജന്മത്തെ ഏറ്റവും പ്രയോജനപ്രദമാക്കി മാറ്റണം, സഫലമാക്കണം, ധന്യമാക്കണം, ഈ മനുഷ്യജന്മത്തിൻ്റെ മാക്സിമം എനിക്ക് നേടണം, ഇതുകൊണ്ട് എന്ത് നേടാൻ പറ്റും, എന്താണ് ഈ മനുഷ്യജന്മം കൊണ്ട് നേടാൻ പറ്റുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, പരമപുരുഷാർത്ഥം. ആ പരമപുരുഷാർത്ഥത്തെ അർത്ഥിക്കുന്നവരൊക്കെ, അപ്പോൾ പുരുഷാർത്ഥത്തെ അർത്ഥിക്കുന്നവരെല്ലാം പാർത്ഥന്മാരാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാരെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പുരുഷാർത്ഥത്തെ തന്നെയാണ് അർത്ഥിക്കുന്നത്. അവർ ചിലപ്പോൾ അറിയണ്ടാവില്ല അവർ ഏതൊക്കെയാണ് അർത്ഥിക്കുന്നത് എന്ന്. എല്ലാവരും അർത്ഥിക്കുന്നത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ തന്നെയാണ്. പുരുഷൈഹി അർത്ഥ്യതേ ഇതി പുരുഷാർത്ഥഃ. പുരുഷന്മാരാൽ, മനുഷ്യന്മാരാൽ അർത്ഥിക്കപ്പെടുന്നതാണ് പുരുഷാർത്ഥങ്ങൾ. അപ്പോൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഈ പേരൊന്നും അവർക്ക് ചിലപ്പോൾ അറിയില്ല. അവർ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, അവർ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, അവർ കാമത്തിന് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് സംസ്കൃതത്തിലുള്ള ഈ 4 പുരുഷാർത്ഥങ്ങളുടെ പേരൊന്നും ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. പക്ഷെ അവർ അതിനു വേണ്ടി തന്നെയാണ് അവരുടെ എല്ലാ പ്രയത്നങ്ങളും. അവരറിഞ്ഞോ അറിയാതെയോ എല്ലാ മനുഷ്യരുടെയും പ്രയത്നം ഇതിനു വേണ്ടി തന്നെയാണ്, ഈ 4 പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. കാരണം ആർക്കും നിലനിൽപ്പ് വേണ്ടാത്തവരില്ല. പുഴുവരിച്ച് കിടക്കുന്നവനും കയ്യും കാലും ഇല്ലാത്തവനും എങ്ങനെയെങ്കിലും നിലനിൽക്കണം, അവൻ മരിക്കാൻ താല്പര്യമില്ല, അവനിവിടെ പിടിച്ചു നിൽക്കണം എന്നുള്ള താല്പര്യമുണ്ട്. ആ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ആ ദാഹം തന്നെയാണ് ധർമ്മം എന്ന് അതിൻ്റെ സൂക്ഷ്മതയിൽ പറഞ്ഞാൽ. ആ എക്സിസ്റ്റൻസ് ഏറ്റവും ശോഭനമാക്കി മാറ്റാൻ എന്തനുഷ്ഠിക്കണം എന്ന് അവൻ അറിഞ്ഞാൽ അവൻ ശരിയായ ധർമ്മം അനുഷ്ഠിച്ച് അവൻ്റെ നിലനിൽപ്പ് അവൻ സുഗമമാക്കും. ധർമ്മം എന്നാൽ നിലനിൽപ്പാണ്, നിലനിൽപ്പിനുള്ള മാർഗവുമാണ്. നിലനിൽപ്പാണ് ധർമ്മം. ധാര്യത്തെ അനേന ഇതി ധർമ്മം ധരതീതി ധർമ്മ. അപ്പോൾ എങ്ങനെ ആയാൽ എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റും? ആ നിലനിൽക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗങ്ങൾ എന്താണ്? ഓരോ രംഗത്തും നമ്മളിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ നിലനിൽപ്പ്
അതാണ് നമ്മൾ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ സ്ഥാനങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മുടെ ശരീരം, നമ്മുടെ സ്ഥാനം, നമ്മുടെ ധനം, നമ്മുടെ പേര്, സൽപ്പേര്, ബന്ധുക്കൾ, എന്തൊക്കെ നമ്മൾ ആർജിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ നിലനിർത്താനുള്ളതായിട്ടുള്ള ഒരു ശ്രമമുണ്ട്. അതുതന്നെയാണ് നമ്മുടെ പ്രയത്നം. അതാണ് ധർമ്മത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം. അത് നമ്മുടെ ധർമ്മമാകുന്നു. പറഞ്ഞോ അറിയാതെയോ എല്ലാവരും നിലനിൽപ്പിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, ധർമ്മത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ എല്ലാവർക്കും വേണ്ടത് അർത്ഥമാണ്. അർത്ഥമെന്നാൽ പ്രയോജനമുള്ളതായിട്ടുള്ള എന്തും. ധനം മാത്രമല്ല, ആരോഗ്യം അർത്ഥമാണ്, വിദ്യ അർത്ഥമാണ്, സ്ഥാനമാനങ്ങൾ അർത്ഥമാണ്, ബന്ധുക്കൾ അർത്ഥമാണ്, നല്ല സൽപ്പേര് അർത്ഥമാണ്. ഇങ്ങനെ അർത്ഥത്തിൻ്റെ പട്ടികയിൽ പെടുത്താവുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം, നല്ലതെല്ലാം അർത്ഥമാണ്. എന്തെല്ലാം നമുക്ക് ധന്യത തരുന്നുണ്ടോ, പ്രയോജനം തരുന്നുണ്ടോ, എല്ലാം അർത്ഥമാണ്. അത് ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അതുതന്നെ അന്വേഷിക്കുന്നത്. അതുപോലെ കാമം എന്ന് പറഞ്ഞാൽ ഭോഗങ്ങൾ, സുഖങ്ങൾ, ലക്ഷറീസ് എന്നർത്ഥമാണ്. കംഫേർട്സ്, ലക്ഷറീസ് വേണ്ടാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ബെറ്ററായിട്ടുള്ളൊരവസ്ഥയെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് സുഖം പോരാ, കംഫർട്ട്സ് പോരാ, സൗകര്യങ്ങൾ പോരാ, കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിൾ ആവണം, കുറച്ചുകൂടി സുഖം വേണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ടുള്ളത് ആരുമില്ല. എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് പ്രയത്നിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ എല്ലാവർക്കും വേണം കാമം. കാമം എന്നാൽ വിഷയങ്ങൾ എന്നാണ് അർത്ഥം, അല്ലാതെ നമ്മുടെ തെറ്റിദ്ധരിക്കപ്പെട്ട അർത്ഥമല്ല. സെക്സ് എന്നുള്ള അർത്ഥത്തിലല്ല, ലസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. എനി ഡിസയർ ഫോർ ബെറ്റർ ലിവിങ്, ബെറ്റർ കംഫേർട്സ്, അതിനുള്ള ആഗ്രഹങ്ങളൊക്കെ കാമമാണ്. മോക്ഷം എല്ലാവർക്കും വേണം. ആർക്കും അറിയുന്നില്ല അത് എവിടെയാണ് എങ്ങനെയാണെന്ന്. അവർ നേരായ വഴിയിൽ മോക്ഷത്തിന് വന്നു ചേരുമ്പോഴാണ് അത് അധ്യാത്മമാർഗത്തിലാവുന്നത്. എവിടെ എങ്ങനെയാണ് മോക്ഷം കിട്ടുക എന്ന് അറിയാത്തത് കൊണ്ട് അവർ മോക്ഷത്തിനായി കൊണ്ട് പാടുപെട്ട് ഓടി അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേ ഇരിക്കണു. ലോകം മുഴുവൻ അലഞ്ഞു തിരിയണു മോക്ഷത്തിന് വേണ്ടി. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മോചനം തന്നെയാണ്. എന്തിൽ നിന്ന്? ദുഃഖത്തിൽ നിന്ന്, പരിമിതികളിൽ നിന്ന്, അവശതകളിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നും മോചനത്തിന് എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നേരായ വഴി ആർക്കും അറിയില്ല. അതുകൊണ്ട് അവരിങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. വിവേകം ചെയ്ത് ഗുരുക്കന്മാരെ സമീപിച്ച് നേരായ വഴിക്ക് ശ്രമിക്കുന്നവർ അവർ മോക്ഷത്തെ പ്രാപിക്കുന്നു. ശരിയായ വഴിയിൽ വന്നു ചേരുന്നവർ മോക്ഷത്തെ അല്ലാത്തവർ സ്വയം കാട്ടിൽ അലഞ്ഞു തിരിയുന്നു വഴിയറിയാതെ. വലിയൊരു കാട്ടിൽ അകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ. അങ്ങനെ ഉഴന്നുകൊണ്ടിരിക്കണം എല്ലാവരും. ആ വഴിയിലെ നേർവഴി കാണിക്കുന്നത് അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുക്കന്മാരെ ലഭിക്കുമ്പോൾ നേരായ വഴിയിൽ നമ്മൾ വരും. നമ്മൾക്ക് എന്താണ് സ്വാതന്ത്ര്യം, എങ്ങനെയാണത് നേടേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവും. അവർ സ്വതന്ത്രരാവും. അല്ലാത്തവരൊക്കെ എന്നും അടിമകളായി തന്നെ, ദുഃഖിതരായി തന്നെ, പരിമിതരായി തന്നെ കഴിഞ്ഞുകൂടും. അപ്പോൾ എല്ലാവർക്കും വേണം സ്വാതന്ത്ര്യം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ, പുരുഷന്മാർക്ക് വേണ്ടാത്തതായിട്ട്, മനുഷ്യന്മാർക്ക് വേണ്ടാത്തതായിട്ടുള്ളതല്ല. എല്ലാവരുടെയും ലിസ്റ്റിൽ ഈ 4മുണ്ട്. എല്ലാവരുടെ ഏത് ലിസ്റ്റ് എടുത്താലും, എന്ത് ലക്ഷ്യമെടുത്താലും ഇത് 4ൽ ഏതിലെങ്കിലും ഒന്നിൽ പെടുത്താനുള്ളതേ ഉള്ളൂ. ഒന്നുകിലോ ധാർമ്മികമായ ലക്ഷ്യം, അല്ലെങ്കിൽ ആ അർത്ഥസമ്പാദനത്തിനുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ സുഖത്തിനുള്ളതായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ മോക്ഷത്തിനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ളതായിട്ടുള്ള ലക്ഷ്യം. ഇതാണ് എല്ലാവരും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുരുഷൈഹി അർത്ഥ്യതേതി പുരുഷാർത്ഥ, ഈ 4 പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും വ്യക്തമായി
പ്രതിപാദിക്കുന്നതാണ് നിഗമങ്ങൾ അഥവാ വേദങ്ങൾ, നമ്മുടെ ശാസ്ത്രങ്ങൾ. ആ വേദങ്ങളുടെ മുഴുവൻ സാരമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ എങ്ങനെ സാധിക്കണം എന്ന് വളരെ ലളിതമായി, വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നു. അമ്മ, നമ്മുടെ സ്വന്തം അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തുന്നു ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടാനായിക്കൊണ്ട്. അതാണ് ഇവിടുത്തെ ഭഗവത്ഗീതയുടെ അമ്മയെന്ന് വിളിക്കുന്നതിനുള്ള കാരണം തന്നെ. അപ്പോൾ നമ്മളൊക്കെ പാർത്ഥന്മാരാണെന്ന് കരുതുക. നമ്മുടെയൊക്കെ ഹിതകാംക്ഷിയായ, നമ്മുടെയൊക്കെ അഭ്യുദയകാംക്ഷിയായ, നമുക്കൊക്കെ പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ ആത്മസ്വരൂപനായ ഭഗവാൻ നമ്മൾ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ട് നമ്മളെ നമ്മുടെ വിഷമങ്ങളിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി നമുക്ക് വേണ്ടി ഉപദേശിച്ചത് തന്നെയാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത. അല്ലാതെ ഏതോ ഒരു അർജുനന് വേണ്ടിയിട്ടല്ല. അർജുനം നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം ഭഗവാൻ വാസുദേവ ആഹ എന്നാണ് ആചാര്യ ഭഗവത്പാദർ ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ ഉപോദ്ഘാതത്തിൽ, ഭാഷ്യത്തിൻ്റെയൊക്കെ ഉപോദ്ഘാതം എന്ന് പറഞ്ഞാൽ ആമുഖമായിട്ട് പ്രസ്താവന അല്ലെങ്കിൽ ഫോർവേഡ് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ഗീതയ്ക്ക് ഭാഷ്യം രചിക്കുന്ന ഭാഷ്യകാരൻ ആചാര്യ ഭഗവത്പാദർ പറയുന്നു, അർജുനൻ നിമിത്തീകൃത്യ, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട്, അർജുനനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട്, ലോകസംഗ്രഹാർത്ഥം, ലോകത്തിന് മുഴുവൻ ഉപകാരത്തിനായിക്കൊണ്ട്, ഭഗവാൻ വാസുദേവ ആഹ, ഭഗവാൻ വാസുദേവൻ സർവാത്മാവായ ഭഗവാൻ എന്നർത്ഥമാണ്. വസന്തി അസ്മിൻ സർവമിതി വാസുദേവ, എല്ലാറ്റിലും വസിച്ച് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും അവനിലെല്ലാം വസിക്കുന്നത് കൊണ്ടും അവൻ വാസുദേവൻ. ഈ പ്രപഞ്ചം അവനിൽ വസിക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ അവനും വസിക്കുന്നു. ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം അവനാണ്. അതുകൊണ്ട് വസനാത് ദ്യോതനാത് വാസുദേവ. അപ്പോൾ ലോകത്തിൻ്റെ ആത്മസ്വരൂപനായ സർവജ്ഞനായ ഭഗവാൻ തൻ്റെ തന്നെ അംശഭൂതന്മാരായ ജീവന്മാർക്ക്, അവർക്ക് അവരുടെ സ്വത്വം അറിയാതെ അലയുന്നത് കൊണ്ട്, അവരവരെ മറന്നത് കൊണ്ട്, അവരെവിടുന്ന് വന്നു എവിടേക്ക് പോണു എന്നറിയാത്തത് കൊണ്ട്, അവർക്ക് വഴി കാണിക്കാനായിക്കൊണ്ട്, അവരുടെ സ്വരൂപത്തെ പറഞ്ഞു കൊടുക്കാനായിക്കൊണ്ട് ഭഗവാൻ കാരുണ്യം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ലോകത്തിന് മുഴുവൻ ഉപകാരത്തിനായിക്കൊണ്ട് പറഞ്ഞതാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകൾ എല്ലാവരും കേൾക്കണം, പഠിക്കണം. ശ്രീകൃഷ്ണ ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീത നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ് എന്ന് ഈ ഗീതയുടെ അവസാനത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അർജുനനോട് പറയുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ എല്ലാ ഉപദേശവും കഴിഞ്ഞിട്ട് ഭഗവാൻ തന്നെ അർജുനനോട് പറയണു, ഞാൻ പറയല്ല, ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടമുണ്ടോ? നിങ്ങൾ ഭഗവത് ഭക്തന്മാരാണോ? നിങ്ങൾ ഭഗവത് ഭക്തന്മാരാണെങ്കിൽ, ശ്രീകൃഷ്ണ ഭക്തന്മാരാണെങ്കിൽ, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം വായിക്കുന്നുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പനെ തൊഴുന്നുണ്ടെങ്കിൽ, നാരായണീയം വായിക്കുന്നുണ്ടെങ്കിൽ, ഭാഗവതം പഠിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാൻ പറയുന്നത് കൂടി കേൾക്കുക. ഭഗവാൻ പറയുന്നത് കൂടി കേൾക്കുക. 18-ാം അധ്യായത്തിൽ 68, 69 ശ്ലോകങ്ങളിലായിക്കൊണ്ട് ഭഗവാൻ പറയുന്നു, യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയഃ. യൈമം പരമം ഗുഹ്യം മൽഭക്തേഷ്വഭിദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ
മാമേ വൈശ്യത്യസംശയഃ. യഹ ഏതൊരുവനാണോ ഇമം പരമം ഗുഹ്യം, ഈ പരമരഹസ്യത്തെ, ഞാൻ നിനക്ക് ഉപദേശിച്ചതായിട്ടുള്ള ഈ പരമരഹസ്യത്തെ അർജുന, മൽ ഭക്തേഷു അഭിദാസ്യതി, എൻ്റെ ഭക്തന്മാർക്ക് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുന്നത്, അവൻ മൈ പരാം ഭക്തിം കൃത്വ, അവൻ എന്നിൽ പരമപ്രേമത്തെ ഉണ്ടായിട്ട്, എന്നോട് പരമപ്രേമമുള്ളവനാണ് അവൻ മാമേവ യേഷ്യതി അസംശയ, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു, ഒരു സംശയവുമില്ല, അവൻ എന്നെ പ്രാപിക്കും. അടുത്ത ശ്ലോകത്തിൽ പറയണു, നച തസ്മാത് മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി. നച തസ്മാത് മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയകൃത്തമഃ, തസ്മാത് അവനേക്കാൾ, മനുഷ്യേഷു മനുഷ്യന്മാരുടെ ഇടയിൽ, പ്രിയകൃത്തമഃ എനിക്ക് പ്രിയം ചെയ്യുന്നവരിൽ വെച്ച് ദ ബെസ്റ്റ്, തമഃ പ്രിയകൃത്തല്ല, പ്രിയകൃത്തരനല്ല, പ്രിയകൃത്തമഃ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഭഗവാൻ പ്രയോഗിച്ചത്. ദ ബെസ്റ്റ് എമംഗ് ഈ എനിക്ക് പ്രിയം ചെയ്യുന്നവരിൽ, പ്രിയകൃത്തുക്കളിൽ വെച്ച് ദ ബെസ്റ്റ് എന്നർത്ഥം. പ്രിയകൃത്തമഃ കശ്ചിത് മേ പ്രിയകൃത്തമഃ കശ്ചിത് ന, എനിക്ക് പ്രിയം ചെയ്യുന്നവൻ വേറൊരുവനില്ല, ഇവനേക്കാൾ പ്രിയം ചെയ്യുന്നവൻ വേറൊരുവനില്ല. ഭവിതാ നച മേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി. തസ്മാത് അവനേക്കാൾ വലുതായിട്ട്, അന്യഃ പ്രിയതരഃ ഭുവി ന ഭവിത, അവനേക്കാൾ പ്രിയതരനായിട്ട് എനിക്ക് വേറൊരാൾ ഭൂമിയിൽ ഭവിക്കുകയുമില്ല. ഭഗവാൻ പ്രോമിസ് ചെയ്യുക, ഭഗവാൻ ഉറപ്പിച്ച് പറയുക അർജുനോടും നമ്മളോടും. അപ്പോൾ ഭഗവത്ഗീത സ്വയം പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭക്തൻ. അവന് എന്നോട് പ്രേമമുണ്ട്, അവനേക്കാൾ പ്രിയകൃത്തമനായിട്ട് എനിക്ക് വേറൊരാളില്ല, അവനേക്കാൾ പ്രിയതരനായിട്ട് എനിക്ക് ഇനി ഒരാൾ ഉണ്ടാവാനുമില്ല. ഇനി കാലം കഴിയുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ മാറില്ല എന്നർത്ഥം. അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ആരാണോ നമ്മൾ തമ്മിലുള്ള ഈ സംവാദത്തെ നല്ലതുപോലെ അഭ്യസിക്കുന്നത്, അദ്യേഷ്യതേ ചൈമം ധർമ്മ്യം സംവാദമാവയോഹോ, അവയോഹോ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ധർമ്മ്യ സംവാദത്തെ ആരാണോ അദ്യേഷ്യത്തെ അധ്യയനം ചെയ്യുന്നത്, അവൻ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാം ഇതി മേ മതിഹി. ജ്ഞാനയജ്ഞം കൊണ്ട് അവൻ എന്നെ യജ്ഞം ചെയ്തു. ഇഷ്ടഹ എന്ന് പറഞ്ഞാൽ യജനം ചെയ്തു, യാഗം ചെയ്തു. ജ്ഞാനയജ്ഞം എനിക്ക് അശ്വമേധയാഗത്തേക്കാൾ പ്രിയമാണ്. ജ്ഞാനയജ്ഞമാണ് യജ്ഞങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യജ്ഞം. അപ്പൊ ജ്ഞാനയജ്ഞം കൊണ്ട് അവൻ എന്നെ യജിച്ചിരിക്കുന്നു. ഇതി മേ മതിഹി, ഇത് എൻ്റെ അഭിപ്രായമാണ്. ഇങ്ങനെ എണ്ണി എണ്ണി ഭഗവാൻ തന്നെ അവസാനം ഈ താൻ ചെയ്ത ഈ അതിമഹത്തായ ഉപദേശത്തിൻ്റെ ഫലശ്രുതി പോലെ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കണം, എനിക്ക് പ്രിയപ്പെട്ടവൻ ഈ ഗീത പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. പഠിക്കുക. അപ്പം നമുക്കും ഭഗവാനോട് പ്രേമമുണ്ടെങ്കിൽ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ടാണ്, ഭഗവാൻ പറയുന്നത് കേട്ടിട്ടാണ്. ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് ഈ ഭഗവത്ഗീതയാണ്. ശ്രീകൃഷ്ണ അവതാരത്തിൽ ഒരുപാട് ലീലകൾ ചെയ്തു ഭഗവാൻ, ഒരുപാട് വേഷം കെട്ടി, ഒരുപാട് പേരെ അനുഗ്രഹിച്ചു, ഒരുപാട് ദുഷ്ടനിഗ്രഹങ്ങൾ ചെയ്തു, ഒരുപാട് ശിഷ്ടന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ചു, ഒരുപാട് ലീലകൾ ചെയ്തു. എന്നെന്നും നമുക്ക് ഓർമ്മിക്കാനായിട്ടുള്ള ഭഗവാന്റെ ബാലലീലകളൊക്കെ ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാം ശരി തന്നെ. പക്ഷേ ശ്രീകൃഷ്ണ അവതാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ദൗത്യം ഭഗവാൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു അഭിപ്രായമില്ല, അത് ഭഗവാന്റെ ഈ ഗീതോപദേശമാണ്.
ഈ ഗീതോപദേശം കഴിഞ്ഞിട്ടേ രണ്ടാമത്തത് ബാക്കി എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഭഗവാന്റെ ഈ ഗീതോപദേശത്തോളം വേറൊരു കർമ്മം ഭഗവാൻ ചെയ്തത് ഇല്ല. ഈ ഗീതോപദേശത്തോട് മത്സരിക്കാൻ, ഒന്നാമതെത്താൻ ശ്രീകൃഷ്ണ ലീലകളിൽ ഒരു ലീലയുമില്ല. എല്ലാറ്റിലും വെച്ച് നമ്പർ 1 ഭഗവാന്റെ ദൗത്യം ഈ ഗീതോപദേശമാണ്. ഭഗവാന്റെ ഭാഗവതത്തിലുള്ള ഭഗവാന്റെ കഥകളൊക്കെ നഷ്ടപ്പെട്ടോട്ടെ, പക്ഷേ ഭഗവാന്റെ ഈ ഒരു ഉപദേശം, ഈ ഗീത മാത്രം നിലനിന്നാൽ മതി ലോകത്തിന് അനുഗ്രഹത്തിന്. അത് തന്നെയാണ് ഭഗവാൻ ചെയ്തത്. കാരണം ഭഗവാന്റെ ആ ലീലകളെല്ലാം അന്ന് കാലത്തുള്ള ആളുകളെ അനുഗ്രഹിക്കാൻ, അന്നുള്ള ആളുകളെ പലരെയും ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം തീർക്കാനും പിന്നീട് സജ്ജനങ്ങളെ രക്ഷിക്കാനുമായിട്ട് അന്ന് ചെയ്തു. അത് തൽക്കാലം. പിന്നെ ഭഗവാന്റെ ലീലകൾ ഇന്നും നമ്മൾ പാടി നമ്മൾക്ക് ചിത്തശുദ്ധി വരുന്നു. അതും വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്. ഭഗവാന്റെ ലീലകളെ ഇന്നും നമുക്ക് ഓർത്തോർത്ത് സ്മരിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ. പക്ഷെ അതൊക്കെ വേണ്ട രീതിയിൽ അതിൻ്റെയൊക്കെ ആ ലീലകളുടെയൊക്കെ തത്വം നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ, ആ ലീലകളുടെയൊക്കെ തത്വം ഗ്രഹിക്കണമെങ്കിൽ ഭഗവാന്റെ വാക്കുകൾ, ഭഗവാൻ ആരെന്ന് ഭഗവാന്റെ വാക്കുകളെ കൊണ്ട് നമ്മൾ അറിയണം. നമ്മൾ പറയുന്നതല്ല ഭഗവാൻ സ്വയം തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ഒക്കെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ പല 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 ഭാവങ്ങളെ ഭഗവാൻ എടുത്ത് വാരി വിതറുകയാണ്. 15-ാം അധ്യായത്തിലും ഭഗവാൻ തന്നെ പ്രകാശിപ്പിക്കുകയാണ്. എന്നെ ശരിക്കും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതാ ഈ എൻ്റെ വാക്കുകളിലൂടെ, അല്ലേ, ഇപ്പോൾ ഒരാളുടെ ബയോഡാറ്റ അല്ലെങ്കിൽ അയാളുടെ പ്രൊഫൈല് ആരാ തയ്യാറാക്കേണ്ടത്? ഇപ്പം എൻ്റെ ജീവചരിത്രം അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈല് വേറെ ആരെങ്കിലും തയ്യാറാക്കിയാൽ അത് ശരിയാവുമോ? എനിക്ക് തൃപ്തിയാവുമോ? അയാൾ നോക്കിക്കാണുന്ന രീതിയിലല്ലേ അയാൾ എന്നെ വിലയിരുത്തുള്ളൂ. എൻ്റെ കഴിവുകളെ, എൻ്റെ കാര്യങ്ങളൊക്കെ അയാൾ പറയുള്ളൂ. എനിക്കല്ലേ എൻ്റെ കഴിവുകൾ എന്താണ്, എൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, എൻ്റെ അനുഭവ സമ്പത്ത് എന്താണ്, എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ പ്രൊഫൈൽ, എൻ്റെ ബയോഡാറ്റ, എൻ്റെ ബയോഗ്രഫി അത് ഞാൻ പറയുന്നതല്ലേ കൂടുതൽ ആധികാരികത. രണ്ടാമതൊരാൾ പറയുമ്പോൾ അതിന് എത്ര ആധികാരികതയുണ്ട്? അത് അയാളുടെ വിഷൻ മാത്രമാണ്. അതുപോലെയാണ് ഭഗവാൻ പറയുന്നു. ഭഗവാനെക്കുറിച്ച് ഭഗവാൻ സ്വയം തന്നെ അവതരിപ്പിക്കുന്നു. അതാണ് ഭഗവത്ഗീതയിലെ 7, 9, 10, 11, 15 അധ്യായങ്ങളിൽ. ആരാണ് ഭഗവാൻ എന്നറിയാൻ ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ നല്ലോണം ഭഗവാന്റെ വാക്കുകളിലൂടെ വിചാരം ചെയ്യണം. അപ്പോഴാണ് ഭഗവാൻ തന്നെ അനാവരണം ചെയ്യുന്നത്. തൻ്റെ സ്വരൂപത്തെ, തൻ്റെ മഹത്വത്തെ, തൻ്റെ ധർമ്മത്തെ, അതൊക്കെ ഭഗവാൻ നമ്മൾക്ക് പ്രകാശിപ്പിക്കുകയാണ് ഈ അധ്യായങ്ങളിലൊക്കെ. അപ്പോൾ ആ ഭഗവാന്റെ വാക്കുകളെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഭഗവാനെ അറിയുള്ളൂ. ഭഗവാനെ അറിഞ്ഞാലേ ഭഗവാനെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പറ്റുള്ളൂ. യഥാർത്ഥ സ്നേഹം അറിവിൽ നിന്നുള്ള സ്നേഹമാണ്. ഒരാളെ ശരിക്കും അറിഞ്ഞു വേണം നമ്മൾ സ്നേഹിക്കാൻ, അല്ലാതെ തെറ്റിദ്ധരിച്ച് സ്നേഹിക്കരുത്, ഭ്രമിച്ച് സ്നേഹിക്കരുത്. അയാളുടെ പുറംപൂച്ച് കണ്ട് ഭ്രമിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ അബദ്ധത്തിൽപ്പെടും. അവസാനം തള്ളി പറയേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഒരാളെ ശരിക്കും അറിഞ്ഞിട്ട് വേണം ഒരാളെ സ്നേഹിക്കാൻ. നന്നായി പരിചയപ്പെടണം ആളെ സ്നേഹിക്കുന്നതിന് മുമ്പ്. അയാളുടെ എല്ലാ നന്മകളും അറിഞ്ഞു വേണം ഒരാളെ സ്നേഹിക്കാൻ. അപ്പോൾ ഭഗവാൻ സ്വയം തന്നെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവാന്റെ തന്നെ വാക്കുകൾ. അപ്പോൾ നമുക്ക് കാണാം.
അപ്പൊ പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം, ഭഗവാൻ നാരായണനാൽ സ്വയം പാർത്ഥായ പ്രതിബോധിതാം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം. വ്യാസേന ഗ്രഥിതാം പുരാണമുനിന, പുരാണമുനിന വ്യാസേന ഗ്രഥിതാം, പുരാണമുനിയായ വ്യാസനാൽ ഗ്രഥനം ചെയ്യപ്പെട്ടതും ഗ്രന്ഥമാക്കി ചെയ്യപ്പെട്ടതും ലിഖിത രൂപത്തിൽ എഴുതി ഗ്രന്ഥമാക്കി കെട്ടിവെച്ചതും. ഗ്രന്ഥമെന്നാൽ കെട്ട് എന്നാണ് അർത്ഥം. കെട്ടിവെച്ചു. അന്ന് കെട്ടുകളാണ് ഗ്രന്ഥങ്ങളെല്ലാം, പുസ്തകങ്ങളെല്ലാം അന്ന് കെട്ടുകളാണ് അല്ലേ? ഓലക്കെട്ടുകൾ അല്ലെങ്കിൽ ഊർജപത്രങ്ങളുടെ കെട്ടുകൾ. ഗ്രന്ഥം ഗ്രന്ഥി എന്നാൽ കെട്ടാണ്, ഗ്രന്ഥം എന്നാൽ കെട്ടിവെച്ചത്. ഗ്രഥിതം എന്ന് പറഞ്ഞാൽ എഴുതി ചേർത്ത് കെട്ടിവെച്ചത്. ആരാൽ? വ്യാസനാൽ. വ്യാസൻ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യസിക്കുന്നവൻ, വിസ്തരിക്കുന്നവൻ എന്നാണ്. വേദ താൽപര്യത്തെ വിസ്തരിക്കുന്നവൻ വ്യാസൻ. എന്താണ് വ്യാസശബ്ദത്തിനർത്ഥം? വ്യസിച്ചവൻ. വ്യാസം എന്ന് പറഞ്ഞാൽ വിസ്തരിക്കുക എന്നാണ്, വ്യസിക്കുക. സമാസം വ്യാസം. സമാസിക്കുക എന്ന് പറഞ്ഞാൽ സംഗ്രഹിക്കുക എന്നാണ് അർത്ഥം. ചുരുക്കുന്ന പ്രക്രിയയ്ക്ക് പേരാണ് സമാസം. അതിൻ്റെ ഓപ്പോസിറ്റാണ് വ്യാസം. അപ്പോൾ വ്യാസൻ ആരാണ്? വിസ്തരിക്കുന്നവൻ. എന്തിനെ വിസ്തരിച്ച മൂപ്പര് വിസ്തരിച്ചത് വേദങ്ങളെ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന വേദങ്ങളെ വിവിധ ശാഖകളായി ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന 4 വേദങ്ങളും അതിൻ്റെ ഉപശാഖകളുമായി അനേക ഗുരുകുലങ്ങളിൽ അനേക ഋഷി പരമ്പരകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കാലം കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ശ്രുതി മാതാവിനെ, ആ ശ്രുതി പരമ്പരകളെ, ശ്രുതിയായിരുന്നു അന്ന്. ശ്രുതി എന്നാൽ ശ്രവണ പരമ്പരയാ അഭ്യസിച്ചു വന്നത്. ലേഖനങ്ങളുണ്ടായിരുന്നില്ല, ലിഖിത രൂപത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരു ശിഷ്യന് ചെവിയിൽ ഉപദേശിച്ചു, ശിഷ്യൻ കേട്ട് പഠിച്ചു, തൻ്റെ ശിഷ്യൻ ഉപദേശിച്ചു. അങ്ങനെ ഗുരുശിഷ്യ പരമ്പരയാ കൈമാറ്റം ചെയ്യപ്പെടുന്തോറും കാലം കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള ആ വേദസമുച്ചയങ്ങളെ പല ഭാഗത്തു നിന്നും സമാഹരിച്ച് കമ്പൈൽ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 വിഭാഗങ്ങളാക്കി. നേരത്തെ തന്നെയുള്ള വിഭാഗങ്ങൾ തന്നെയാണ്. കാരണം വേദങ്ങൾ ഉണ്ടായത് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നാണെന്ന് പറയും. ബ്രഹ്മദേവന്റെ കിഴക്കോട്ടുള്ള മുഖത്തു നിന്ന്, പൂർവാഭിമുഖമായ മുഖത്തു നിന്ന് ഋഗ്വേദവും, ബ്രഹ്മദേവന്റെ തെക്കോട്ടേക്കുള്ള മുഖത്തിൽ നിന്ന്, ദക്ഷിണാഭിമുഖമായ മുഖത്തിൽ നിന്ന് യജുർവേദവും, ബ്രഹ്മദേവന്റെ പടിഞ്ഞാറോട്ടുള്ള മുഖത്തിൽ നിന്ന് സാമവേദവും, ബ്രഹ്മദേവന്റെ വടക്കോട്ടുള്ള മുഖത്തിൽ നിന്ന് അഥർവവേദവും. ഇങ്ങനെ ബ്രഹ്മദേവന്റെ 4 മുഖങ്ങളിൽ നിന്നാണ് 4 വേദങ്ങൾ ആവിർഭവിച്ചത്. അപ്പോൾ നേരത്തെ തന്നെ ഇത് 4ആയിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് 4 പരമ്പരകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതിനെ സമാഹരിച്ച് വ്യാസൻ കമ്പൈൽ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി എന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ ലോകത്തിന് സമ്മാനിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ വേദവ്യാസൻ എന്ന് വിളിച്ചു. മാത്രമല്ല, അദ്ദേഹം ആ വേദങ്ങളെ മുഴുവൻ അതിൻ്റെ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പുരാണങ്ങൾ രചിച്ചു. ഈ മഹാഭാരതം എന്ന ഇതിഹാസവും രചിച്ചു. അപ്പോൾ ആ വേദത്തിൻ്റെ താല്പര്യം തന്നെയാണ് എന്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത്? ഇതിഹാസ പുരാണങ്ങളിലൂടെ. അദ്ദേഹം എഴുതി വെച്ചു ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഇത് വേദത്തിൻ്റെ വ്യാഖ്യാനമാണെന്ന്. ഇത് ബ്രഹ്മസംഹിതം എന്ന എല്ലാ ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ട്. ബ്രഹ്മസംഹിതം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മ ശബ്ദത്തിന് വേദം എന്നർത്ഥം, സംഹിതം എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്നർത്ഥം. സമമായി മിതമായത്, തുല്യമായി അളക്കപ്പെടുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു വേദ. വേദത്തിന് തുല്യമായത് ബ്രഹ്മസംഹിതം.
അപ്പോൾ വേദം തന്നെയാണ് പഞ്ചമവേദമായി. ഋക് യജുസ് സാമ അഥർവങ്ങൾ 4 വേദങ്ങളെങ്കിൽ പഞ്ചമവേദങ്ങളാണ് ഇതിഹാസ പുരാണങ്ങൾ. ഇതിഹാസ പുരാണാനി പഞ്ചമോ വേദ ഉച്യത്തെ എന്ന് വ്യാസൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിഹാസ പുരാണാനി പഞ്ചമോ വേദ ഉച്യത്തെ. ഇതിഹാസ പുരാണങ്ങൾ 5ാമത്തെ വേദമെന്ന് വിളിക്കപ്പെടുന്നു. മഹാഭാരതം എന്ന ഇതിഹാസം പഞ്ചമവേദം, മഹാഭാഗവതം എന്ന പുരാണം പഞ്ചമവേദം, മറ്റ് പുരാണങ്ങളൊക്കെ പഞ്ചമവേദം. എന്തുകൊണ്ട്? വേദത്തിൻ്റെ വ്യാഖ്യാനമാണ് അവയെല്ലാം. വേദ താൽപ്പര്യങ്ങൾ കഥാരൂപത്തിൽ അവതരിപ്പിച്ചതാണ്, ചരിത്ര രൂപത്തിൽ അവതരിപ്പിച്ചതാണ്, ഈശ്വര ലീലകളുടെ രൂപത്തിൽ അവതരിപ്പിച്ചതാണ്, സജ്ജനങ്ങളുടെ കഥകളുടെ രൂപത്തിൽ അവതരിപ്പിച്ചതാണ് ഈ ഇതിഹാസ പുരാണങ്ങളൊക്കെ.